ഇനി പറയാൻ പോകുന്നത് കുറച്ച് ജ്വര പ്രമോക്ഷ ലക്ഷണങ്ങൾ എന്ന് പറയും. ജ്വരമുക്ത ലക്ഷണം എന്നോ അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ ശ്ലോക നമ്പർ 324 തൊട്ട് 332 വരെയുള്ള ശ്ലോകങ്ങളാണ്. ജ്വര പ്രമോക്ഷേ പുരുഷ പൂജൻ വമതി ചേഷ്ടതേ ശ്വസൻ വിവർണ സ്വിന്നാംഗോ വേപതേ ലീയതേ മുഹു പ്രലപത്യുഷ്ണസർവാംഗ ശീതാംഗശ്ച ഭവത്യപി വിസപ്നോ ജ്വരവേഗാർത്ത സക്രോധ ഇവ വീക്ഷ്യതേ സദോഷശബ്ദം ച ശകൃദ്രവം സ്രവതി വേഗവത് ലിംഗാന്യേതാനി ജാനീയാത് ജ്വരമോക്ഷേ വിചക്ഷണ ബഹുദോഷസ്യ ബലവാൻ പ്രായേണ അഭിനവോ ജ്വരേ സത്ക്രിയാദോഷഭക്ത്യാ ചേത് വിമുഞ്ചതി സുധാരുണാം കൃത്വാ ദോഷവശാദ്വേഗം ക്രമാദുപരമന്തി യേ തേഷാം ദാരുണോ മോക്ഷോ ജ്വരാണാം ചിരകാരിണാം. അപ്പോൾ ഇതിൽ ജ്വരമോക്ഷ ലക്ഷണത്തെ വിവരിക്കുകയാണ്. അപ്പോൾ പറയാണ് ഈ ജ്വരവേഗം നിലയ്ക്കുന്ന സമയം. അപ്പോൾ ജ്വരിതൻ അല്ലെങ്കിൽ ജ്വരം വന്ന ആൾ മൂളുകയും ഛർദ്ദിക്കുകയും കിടന്ന് വളയുകയും ദീർഘശ്വാസം വിടുകയും ചെയ്യും. അവൻ്റെ ശരീരവണ്ണം ക്ഷയിക്കും, വിയർക്കും, വിറയ്ക്കും, ചുരുണ്ട് കിടക്കുകയും ചെയ്യും. പേ പറയും, മേലാസകലം ചൂടുണ്ടാവും, ചിലപ്പോൾ കൂടുതലായിട്ടുള്ള ശൈത്യം ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം. തീരെ തൻ്റെയിടം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ല, തൻ്റെയിടം തീരെ ഉണ്ടാവില്ല. അത്യന്തം ക്ഷീണിക്കും, നന്നായിട്ട് ക്ഷീണിക്കും. അതുപോലെ തന്നെ നല്ല ദേഷ്യമുള്ളവൻ നോക്കുന്ന പോലെയായിരിക്കും അവൻ്റെ ദൃഷ്ടി. അപ്പോൾ മലപ്രവൃത്തി ഉണ്ടാവും, അതിയായ ശബ്ദത്തോടു കൂടിയായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല മലപ്രവൃത്തി ഉണ്ടാവും. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ ഉണ്ടാവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ദോഷങ്ങൾ കോപിച്ചിട്ടുണ്ടായതും ശക്തിയുള്ളതുമായിട്ടുള്ള പുതിയ ജ്വരത്തിലെ വേഗം നിൽക്കുന്ന സമയമാണ് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ചില ജ്വരാവസ്ഥകളിൽ ദോഷങ്ങൾക്ക് പാകം വന്നാലും നല്ല പനി ഉണ്ടാവും. അപ്പോൾ ആ പനിയുള്ള അങ്ങനത്തെ അവസ്ഥകളിലും ജ്വരം വിട്ടുമാറുന്നത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ധാരണമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ കാണിച്ചുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ വളരെ ഒരു ക്രോണിക് ഫീവറുകളിലൊക്കെ തന്നെ ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും നമുക്ക് ഗ്രാജുവൽ റിമിഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ